ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാരിജാനി ലോക മുസ്ലിങ്ങൾക്ക് ഒരു കത്ത് എഴുതിയിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്ത് ശാസനയുണ്ട്, ഒരു ഭാഗം ദൈവശാസ്ത്രപരമായ ഒരു കുറ്റപത്രമാണ്, ഒരു ഭാഗം തന്ത്രപരമായ അഭ്യർത്ഥന. ഇങ്ങനെ പാർട്ടായിട്ടാണ് ഈ കത്ത്. ഇന്ത്യയിലെ ഇറാനിയൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കത്തിൽ യുദ്ധക്കളത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. കാരണം അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇറാനെതിരെ അമേരിക്കൻ സൈനിസ്റ്റ് അച്ചുതണ്ട് നടത്തുന്ന വഞ്ചനാപരമായ ആക്രമണം എന്നാണ് ലാരിജാനി വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് ഇസ്ലാമിക സർക്കാരുകളുടെ പെരുമാറ്റം ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ആരംഭിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. പരമോന്നത നേതാവും കമാൻഡർമാരും സിവിലിയന്മാരും കൊല്ലപ്പെട്ടു. ഇസ്ലാമിക ലോകം ഭൂരിഭാഗവും അത് കാണുക മാത്രമാണ് ചെയ്തത് എന്ന് ഇറാൻ പറഞ്ഞു. ചില അപൂർവ കേസുകൾ ഒഴികെ രാഷ്ട്രീയ തലത്തിൽ പോലും ഒരു ഇസ്ലാമിക സർക്കാരും ഇറാനിയൻ രാഷ്ട്രത്തെ സഹായിക്കാൻ വന്നില്ല. അത് ലാരിജാനിയുടെ വിലയിരുത്തലാണ്, എതിരാളിയുടെ കാരിക്കേച്ചർ അല്ല. തുടർന്ന് അദ്ദേഹം പ്രവാചകനോട് പറയുന്നു, നിങ്ങൾ ഒരു മുസ്ലിമിന്റെ നിലവിളിക്ക് മറുപടി നൽകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം അല്ല. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സൗകര്യമൊരുക്കിയ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളെയാണ് കത്തിലെ ഏറ്റവും തീവ്രമായ ഭാഗം അഭിസംബോധന ചെയ്യുന്നത്. ആ രാജ്യങ്ങളിൽ ചിലത് കൂടുതൽ മുന്നോട്ട് പോയി ഇറാനെ ശത്രുവായി പ്രഖ്യാപിച്ചു. കാരണം അത് അവരുടെ മണ്ണിലെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇന്നത്തെ ഏറ്റുമുട്ടലിന്റെ ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും നിലകൊള്ളുന്നു, മറുവശത്ത് മുസ്ലിം ഇറാനും ചെറുത്തുനിൽപ്പ് ശക്തികളും നിലകൊള്ളുന്നു. നിങ്ങൾ ഏത് പക്ഷത്താണ്? ഒറ്റയ്ക്ക് പോരാടാൻ വിടപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം രേഖപ്പെടുത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഭാഷയാണിത്. നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ നിങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്നു, നിങ്ങളെ ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം തന്നെ കത്തിലൊരു ഉറപ്പുമുണ്ട്. ഇസ്ലാമിക ഗവൺമെന്റുകൾ വാഷിംഗ്ടണുമായും ടെല്ലവീവുമായും ഒത്തുചേരുന്നതിന് പകരം യോജിപ്പാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യവും പുരോഗതിയും ഉറപ്പാക്കാൻ ഐക്യം ഉറപ്പാക്കണമെന്ന് ലാരിജാനി വാദിക്കുന്നു. മേഖലയിൽ ഉടനീളം ആക്രമണം ആരംഭിച്ചാൽ മധ്യപൂർവ്വദേശ യുദ്ധം ആവശ്യാനുസരണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതേസമയം ഒരു സുപ്രധാന കപ്പൽപാത വീണ്ടും തുറക്കാൻ ട്രംപിന്റെ സഹായ ആഹ്വാനത്തിനെതിരെ US സഖ്യകക്ഷികൾ പിന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള നാറ്റോ ദൗത്യത്തിന്റെ ആശയം നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നിരസിച്ചു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഏത് തരം രാഷ്ട്രവുമായാണ് ഇടപെടുന്നത് എന്ന്. സ്വയം പ്രതിരോധിക്കാൻ മടിക്കാത്ത, യുദ്ധം എവിടെ നയിച്ചാലും തുടരാൻ തയ്യാറായ, ആവശ്യമെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ഒരു രാഷ്ട്രമാണിത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ടെഹ്റാനിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന് 2 ആഴ്ചയിൽ ഏറെയായി ഇസ്രയേലി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഡെഫ്രിൻ പറഞ്ഞു, ഇറാനിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളുണ്ട് എന്നും ഞങ്ങൾ എല്ലാ ദിവസവും പുതിയ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.